ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുത്ത ഒരു അടിപൊളി സ്നാക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. മോമോസാണ് ഇത്, ചിക്കൻ മോമോസ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ആദ്യം ഒരു പാനിലേക്ക് 2 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. 1/2 കപ്പ് ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇത്തിരി മല്ലിയില, ഒരു പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി ഇത്രയും കുനുകുനാന്നരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണേ. ഇത് 1/4 കിലോ ചിക്കൻ ഉണ്ട്. ഇത് നമ്മൾ ഉപ്പും കുരുമുളകും ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്താണേ. വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 സ്പൂൺ ഉപ്പാണ് ചേർത്തത്. കയ്യിലുണ്ടെങ്കിൽ 1 ടീസ്പൂൺ സോയ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് നിർബന്ധമില്ല. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചിക്കനൊക്കെ നേരത്തെ നമ്മൾ കുക്ക് ചെയ്തതാണല്ലോ. ഇനി നമുക്കിതിൻ്റെ കവറിങ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തു. ഇനി നമുക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറു ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം ചിലപ്പോൾ കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തിരി ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ സാധാരണ മാവ് കുഴക്കത്തില്ലേ, ആ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി കുഞ്ഞു ബോളാക്കി മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞു ബോളെല്ലാം ഇവിടെ റെഡി ആയിരിപ്പുണ്ട് കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ബോൾസും ഒരു പ്രസ്സറിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ചിട്ട് ഇതൊന്ന് മോമോസിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ മോമോസിൻ്റെ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മോമോസിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് ബാക്കിലേക്ക് ഒന്ന് തിരിക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതാണ് ഇങ്ങനെ ഒന്ന് തിരിക്കി വെച്ച് കൊടുക്കുക. ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം. ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുക്കണം. അപ്പോൾ കുട്ടികളൊക്കെ ഇത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നായിരുന്നേ. അപ്പോൾ നമ്മുടെ മോമോസൊക്കെ 10 മിനിറ്റ് കഴിഞ്ഞ് ആവിയൊക്കെ കയറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ട്രൈ ചെയ്യണേ. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നി നമുക്ക് റെഡിയാക്കാം. അതിന് 2 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തു. 4-5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ കൂടെ ഒരു വറ്റൽമുളകും കൂടെ ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ചെറിയ സ്പൂൺ വിനാഗിരിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡി. ഇനി ഇത് നമുക്ക് നമ്മുടെ അടിപൊളി മോമോസിൻ്റെ കൂടെ നല്ല സ്നേഹത്തോടു കൂടി തന്നെ വിളമ്പി കൊടുക്കാം കേട്ടോ.